മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സംതിങ് സ്പെഷ്യലിലേക്ക് സ്വാഗതം. ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ കൊച്ചി IMA ഹൗസിലാണ്. ഇവിടെ വെച്ചിട്ടായിരുന്നു നമ്മുടെ എന്റർടൈൻമെന്റ് അവാർഡ്. അത് നമ്മൾ നടത്തിയത് ഈ ഒരു IMA ഹാളിൽ വെച്ചിട്ടായിരുന്നു. ഡോക്ടർ കുറിയെ ഇതിന്റെ ഫൗണ്ടർ ആണ് അദ്ദേഹം. Since 700 to 800 doctors. Okay. This is one of the biggest branch in India. ഈ ഒരു ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഏകദേശം 3800 മെമ്പേഴ്സുള്ള ഒരു ബ്രാഞ്ചാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ റിക്വയർമെന്റ് വളരെ കൂടുതലാണ്. ഞങ്ങളുടെ ഒരു മീറ്റിംഗ് വിളിക്കുകയാണെങ്കിൽ ഇത്രയും ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഒരു സൗകര്യങ്ങളൊക്കെ വേണം. ബിൽഡിംഗ് പണിയുമ്പോൾ അത് ഈ മെമ്പേഴ്സിനും അവരുടെ ഫാമിലി മെമ്പേഴ്സിനും കൂടാതെ പബ്ലിക്കിനും കൂടെ യൂട്ടിലിറ്റി വരുന്ന രീതിയിലുള്ള ഒരു ബിൽഡിംഗ് ആണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോ ഈ IMA ഹൗസ് കൊച്ചി ഇവിടെ ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഇത് ഡോക്ടേഴ്സ് അസോസിയേഷൻ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്ലേസ് അല്ല. പക്ഷെ തിരിച്ച് നമ്മളെ പോലത്തെ സാധാരണ ഏതൊരു കോമൺ മാനും ചെറുതും വലുതുമായിട്ടുള്ള യൂഷ്വലി നമ്മൾ കൺവെൻഷൻ സെന്റേഴ്സിലേക്ക് പോയി ഫംഗ്ഷൻസ് ചെയ്യുന്ന പോലെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് സ്പേസസ് ഈ ഒരു IMA ഇവിടെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സംതിങ് സ്പെഷ്യലിലേക്ക് സ്വാഗതം. ഇന്നത്തെ സംതിങ് സ്പെഷ്യലിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്, ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ കൊച്ചി IMA ഹൗസിലാണ്. ഇവിടെ വെച്ചിട്ടായിരുന്നു ഞങ്ങള് മൈൽസ്റ്റോൺ ഈയിടെ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ നമ്മുടെ എന്റർടൈൻമെന്റ് അവാർഡ്, അത് നമ്മൾ നടത്തിയത് ഈ ഒരു IMA ഹാളിൽ വെച്ചിട്ടായിരുന്നു. അപ്പൊ അന്ന് വന്നപ്പോഴും അല്ല, എന്റെ ഫാമിലിയിലും പല പല ഫംഗ്ഷൻസും ഇവിടെ വെച്ച് നടത്തിയിട്ടുണ്ട്. അപ്പൊ അന്നാണ് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത്, എന്തുകൊണ്ട് നമ്മുടെ ഈ ഒരു IMA ഹൗസ്, ഇത് ആക്ച്വലി ഇവിടെ ഒരുപാട് സർവീസസ്, ഒരുപാട് ഫെസിലിറ്റീസ് ഇതെല്ലാം ഉണ്ട്. ആൻഡ് ഓൾ ദീസ് ഫെസിലിറ്റീസ് ഇറ്റ്സ് ഓപ്പൺ ടു പബ്ലിക് ആണ്. അപ്പൊ നമ്മുടെ ചില ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, IMA ഹൗസ് എന്ന് പറഞ്ഞാൽ അത് ഡോക്ടേഴ്സിന്റെ അസോസിയേഷൻ അല്ലേ, അപ്പൊ അവർ ഡോക്ടേഴ്സിന് മാത്രമേ ഇവിടെ ഇതിനുള്ള സ്പേസും അതിനുള്ള ഫെസിലിറ്റി ഒക്കെ അവൈൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. എന്നാൽ അങ്ങനെയല്ല, നമ്മൾ ആർക്കും ഏതൊരു കോമൺ മാനും ഇവിടുത്തെ ഫെസിലിറ്റീസ് എല്ലാം യൂസ് ചെയ്യാം. അതും സാധാരണ നമുക്ക് പുറത്ത് കിട്ടുന്ന സെയിം ഫെസിലിറ്റി അതിനെക്കാട്ടിലും ചീപ്പർ റേറ്റില്. അപ്പൊ അത് എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് ഉള്ളിൽ കയറി ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. യെസ്, അപ്പൊ നമ്മളിതാ ഇവിടെ നമ്മുടെ IMA ഹൗസിന്റെ ചെയർമാന്റെ റൂമിലെത്തിയിരിക്കുകയാണ്. നമുക്കിനി അദ്ദേഹത്തിനെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം. അദ്ദേഹമാണ് ഈ ഒരു IMA ഹൗസ് കൊച്ചി ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതിന്റെ ഫൗണ്ടർ ആണ് അദ്ദേഹം, ഡോക്ടർ കുറിയെ. നമുക്ക് അദ്ദേഹം ഉള്ളിലുണ്ട്. അദ്ദേഹത്തിനെ കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ചോദിക്കാം. യെസ് ഡോക്ടർ, താങ്ക് യു. ഡോക്ടർ, ഹൗ ആർ യു? ഇതാണ് ഡോക്ടർ കുറിയെ. ദിസ് ഇസ് ഡോക്ടർ നാരായണൻ. യെസ്, നിങ്ങൾ വേറെ ഇൻ ബിറ്റ്വീൻ വല്ല ഡിസ്കഷനിലായിരുന്നോ? ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്തോ? ഓക്കെ. യെസ്, ഇദ്ദേഹമാണ് ഈ IMA ഹൗസ് കൊച്ചി അത് കണ്ടുപിടിച്ച ഒരു ഡോക്ടർ എന്ന് പറഞ്ഞത്. സോ ആദ്യം തന്നെ പറയൂ ഡോക്ടർ, എന്താണ് സാറിന് ഇങ്ങനത്തെ ഒരു IMA ഹൗസ് കൊച്ചിയിൽ വേണം? അതും സാധാരണ കേരളത്തിൽ എത്രയോ IMA ഹൗസസ് ഉണ്ട്, അതിൽ നിന്നും നമ്മൾ കാണുന്ന പോലെയല്ല. ദിസ് ഈസ് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അപ്പോ അത് ആ ഒരു ഫൗണ്ടർ എന്നുള്ള രീതിയിൽ സാറിന് ഒരുപാട് പറയാനുണ്ടാവും. വളരെ ചുരുക്കി പറഞ്ഞാല് we had a small building in Variam Road. Okay. Years back. But that was not enough to cater to any number of people, about 1,000 people at that time. But ever increasing number of doctors are coming to Cochin. So we thought we'll have a bigger building. That was the initial thought. Then we found out a piece of land. Then we thought, anyway we are building a IMA house. So unlike other IMA houses in the country, we thought we'll have a massive sort of much bigger than the other IMA. That is how that attitude took shape into this great edifice. ഡിഫറെന്റ് തോട്ട്, ഭയങ്കര. പക്ഷെ എല്ലാവർക്കും ഈവൻ കോമൺ പീപ്പിളിനും ഒരുപാട് ഹെൽപ്പ് ആവുന്ന രീതിയിലുള്ള ഒരു തോട്ട് തന്നെയായിരുന്നു അത്. ഈ ഒരു IMAയിൽ ആക്ച്വലി എത്ര ഡോക്ടേഴ്സിന്റെ ഈ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ മൊത്തം എത്ര ഡോക്ടേഴ്സ് ഉണ്ടാവും? ഏകദേശം ഒരു 3,700. Since 700 to 800 doctors. Okay. This is one of the biggest branch in India. In India. Oh, that's great. അപ്പൊ ഇതിപ്പോ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഇതിപ്പം 19 years. 19 തുടങ്ങി. 2019 തുടങ്ങി. 15 വർഷം കഴിഞ്ഞു. 15 വർഷം കഴിഞ്ഞു. ഈ ബിൽഡിംഗ് ഉണ്ടായിട്ട് 15 വർഷം കഴിഞ്ഞു. യെസ്. അതുപോലെ തന്നെ സർ, ഇതിന്റെ എത്രയാ കപ്പാസിറ്റി ഒന്ന് പറയാമോ? ചെറുതും വലുതും എന്ന് നമ്മൾ പറഞ്ഞു. ഏറ്റവും മിനിമം ആൻഡ് മാക്സിമം. മിനിമം നമ്മൾ ഇപ്പൊ ഇരിക്കുന്ന ഹാള് പോലെ ഒരു 10 പേർക്കുള്ളതുണ്ട്, 15 പേർക്കുണ്ട്, 100 പേർക്കുള്ളതുണ്ട്. മാക്സിമം നമുക്ക് 1000 കപ്പാസിറ്റി വരെയുള്ള ഹോൾ. ഓക്കെ, അതാണ്. പിന്നെ നമുക്കൊരു റൂഫ് ടോപ്പിൽ ഒരു ഹോൾ ഉണ്ട്. അവിടെ നമുക്ക് ലൈവ് കുക്കിങ്ങിനുള്ള സൗകര്യങ്ങളുണ്ട്. വളരെ നല്ല ഓഡിയോ വിഷ്വൽ സിസ്റ്റം ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ബേസിക് ഓഡിയോ വിഷ്വൽ സിസ്റ്റങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
ഇത് കൂടാതെ ഇതിൽ എടുത്തു പറയേണ്ട വേറൊരു കാര്യം ഞങ്ങളുടെ റൂംസ് ആണ്. ആഹാ 72 റൂംസ് എന്ന് പറഞ്ഞാൽ അത് വലിയ നല്ല ഒരു 700 സ്ക്വയർ ഫീറ്റ് ഏരിയയുള്ള റൂം, അപ്പാർട്ട്മെന്റ് ടൈപ്പാണ് ഓരോ ഹോട്ടൽസും. ഓക്കെ അത് വളരെ നമുക്ക് ഫാമിലിയോടുകൂടി താമസിക്കാൻ പറ്റുന്ന രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു കൊച്ചിയിലെ ഹോട്ടലാണ് അല്ലേ, റെസ്റ്റോറന്റും കൂടെയാണ് അല്ലേ, അപ്പൊ ഭക്ഷണം ഇവിടെ അതോടനുബന്ധിച്ചുള്ള മറ്റു ഫെസിലിറ്റീസ് ഉണ്ടാവും. നമുക്ക് ഒരാൾ ഇവിടെ താമസിക്കുമ്പോൾ ഒരു ആൾക്ക് വേണ്ടി വരുന്ന റെസ്റ്റോറന്റ് ഫെസിലിറ്റീസ് ഉണ്ട്, സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, നമുക്ക് ഹെൽത്ത് ക്ലബ് ഉണ്ട്, സ്പാ ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പൊ നമ്മൾ സാധാരണ ഏതൊരു ഒരു 4 സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്ന എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ടാവും. ട്രാവൽ ഡെസ്ക് ഉണ്ട്, വളരെ നന്നായിട്ട് മാനേജ് ചെയ്യുന്ന ഫ്രണ്ട് ഓഫീസസ് കാര്യങ്ങളുണ്ട്, എല്ലാ ഫെസിലിറ്റീസും ഇവിടെ നമുക്ക് ഇത് പബ്ലിക്കിന് അവൈലബിൾ ആണ്, അവർക്ക് യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ള ഒരു പിന്നെ നമുക്ക് ഒരു ഇൻഫർമേഷൻ ആണ് നമുക്കിപ്പോ പാസ് ചെയ്യേണ്ടത്. ചെയ്യേണ്ടതാണ്. ആൻഡ് ഹൗ അബൌട്ട് അപ്പൊ ഈ ഫംഗ്ഷൻസ് ഒക്കെ നടത്തണമെങ്കിൽ ഇനഫ് കാർ പാർക്കിംഗ് ഉണ്ട് ഇവിടെ? എത്ര കാർ പാർക്കിംഗ്? അത് എനിക്ക് തോന്നുന്നു ഇപ്പോ എറണാകുളം സെൻട്രൽ സിറ്റിക്കകത്തുള്ള ഏറ്റവും നല്ല വലിയൊരു കാർ പാർക്കിംഗ് ആണ് നമുക്കുള്ളത്. നമുക്ക് ഒരു 150 കാറ് കവേർഡ് പാർക്കിംഗ് ഉണ്ട്. ആ കവേർഡ് പാർക്കിംഗ് നമ്മൾ പ്രത്യേക രീതിയിലാണ് ഉണ്ടായിരിക്കുന്നത്. മേലെ സോളാർ പാനൽസ് ആണ് ഇരിക്കുന്നത്. അതുപോലെ ഇവിടുത്തെ ഞങ്ങളുടെ എനർജി ഒരു ഗ്രീൻ പ്രോട്ടോകോളാണ് നമ്മുടെ. ഏകദേശം ഞങ്ങളുടെ 30% ഓഫ് ദ എനർജിയും വരുന്നത് സോളാർ പവർ എന്നാണ്. പിന്നെ ജനറലി ഗ്രീൻ പ്രോട്ടോകോളാണ് ഞങ്ങളുടെ ഫംഗ്ഷനൊക്കെ ഉപയോഗിക്കുന്നത്. മിനിമം വളരെ റീസൈക്കിളബിൾ പ്ലാസ്റ്റിക് മാത്രമേ ഉപയോഗിക്കൂ, കഴിയുന്നതും പ്ലാസ്റ്റിക് ഒഴിവാക്കിയിട്ടുള്ള ഒരു രീതിയിലുള്ള ഫംഗ്ഷൻസ് ആണ് നടന്നത്. അതുപോലെ എല്ലാ രീതിയിലുള്ള നമുക്ക് വേണം സദ്യയായിട്ട് നടത്താവുന്ന സൗകര്യങ്ങളുണ്ട്. നോൺ വെജ് ഇത് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെ കേറ്ററേഴ്സ് നിള കേറ്ററേഴ്സ് ആണ് ഇപ്പോൾ ഇവിടുത്തെ കേറ്ററിംഗ്. ഞങ്ങൾ കേറ്ററിംഗ് ഇടയ്ക്കിടയ്ക്ക് മാറാറുണ്ട്. ഇപ്പൊ നിള കേറ്ററേഴ്സ് അവിടെ ഏതാനും വർഷങ്ങളായിട്ട് വളരെ നല്ല രീതിയിൽ വെജ് ആണെങ്കിലും നോൺ വെജ് ആണെങ്കിലും ഞങ്ങൾ ജെയിൻ ഫുഡും കൊടുക്കുന്നുണ്ട്, എല്ലാ ഫുഡും കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോ നമ്മുടെ മൈൽ സ്റ്റോൺ എന്റർടൈൻമെന്റ് അവാർഡ്സ് ഒരു 2 വീക്സ് ബിഫോർ നമ്മൾ ഇവിടെ തന്നെയാണ് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ആ പ്രോഗ്രാമിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ സ്റ്റേജും വെന്യൂ ഒക്കെ. അതേപോലത്തെ ചെറുതും വലുതുമായ കല്യാണങ്ങൾ, റിസപ്ഷൻസ്, നൈറ്റ് ഫംഗ്ഷൻസ് എന്ത് വേണേലും, അതുമല്ല ചെറിയ ബർത്ത്ഡേ പാർട്ടി ആണെങ്കിൽ അതിനുള്ള സ്പേസും കാര്യങ്ങളും ഇതിനൊക്കെ വെജ് ആൻഡ് നോൺ വെജ് ആയിട്ടുള്ള ക്യൂസീൻസ് ഏത് വേണമെങ്കിലും അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോ കാർ പാർക്കിംഗ് ഉണ്ട്, ഹോട്ടൽ റൂംസ് ഉണ്ട്, പൂളും ഉണ്ട് അല്ലേ? പൂളും ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എറണാകുളത്ത് ഏതൊരു ഹോട്ടലിലും നമ്മൾ റൂം അവൈലബിലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പേസ് ആണ്. ആൻഡ് മാത്രമല്ല ഹാർട്ട് ഓഫ് ദ സിറ്റി ആണ്, എല്ലാവർക്കും ഈസി ആയിട്ട് ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനുമാണ് ഇത്. പിന്നെ ഡോക്ടർ, ഇതിലേക്ക് ഇപ്പോൾ എത്തണമെന്നുണ്ടെങ്കിൽ ഒരു കോമൺ മാൻ ഇവിടെ ബുക്കിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മേക്ക് മൈ ട്രിപ്പോ അതേപോലത്തെ ആപ്ലിക്കേഷൻസ് അതുവഴിയൊക്കെ ഇവിടെ അവൈലബിൾ ആണോ? എല്ലാ മേജർ പ്ലാറ്റ്ഫോം വഴി വരാം. ഡയറക്റ്റ് ഓൺലൈൻ ബുക്കിംഗ് എടുക്കുന്നുണ്ട്. ഓക്കെ, അതിന്റെ ടാരിഫും ഇതൊക്കെ ഒരു ഹോട്ടൽ റേഞ്ചിൽ തന്നെയാണോ? വളരെ ഞങ്ങൾ ഈ ചുരുങ്ങി ഒരു 3 സ്റ്റാർ റേറ്റ്സിനാണ് ഈ 4 സ്റ്റാർ ഫെസിലിറ്റീസ് വളരെ ധൈര്യമായിട്ട് പറയാൻ പറ്റും. വേറെ ഏത് ഹോട്ടൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ഞങ്ങളുടെ റേറ്റ്സ് കുറവാണ്. കാരണം എല്ലാ ഈ IMA ഒരു കാര്യം നടക്കുമ്പോൾ എപ്പോഴും അതിനകത്ത് ഒരു സോഷ്യൽ കോസ്റ്റ് ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ഈ ഇതിന്റെ റേറ്റ് പിന്നെ റേറ്റ് ഫിക്സ് ടാരിഫിലൊക്കെ തന്നെ പബ്ലിക്കിന് കിട്ടുന്നതായിരിക്കും. അപ്പൊ അത് ഡോക്ടേഴ്സിന് മാത്രമുള്ളതല്ല, ഏതൊരു കോമൺ മാനും അതേ റേറ്റിൽ തന്നെയാണ് കിട്ടുന്നത്. അത് ഭയങ്കര നല്ലൊരു സ്പെഷ്യാലിറ്റി തന്നെയാണ്. എനിവേ, നൈസ് മീറ്റിംഗ് യു സർ, നൈസ് മീറ്റിംഗ് യു. താങ്ക് യു. ഇതാണ് അഞ്ജു ആണ് ഇന്ന് നമ്മുടെ കൂടെ. ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും IMA ഹൗസ് എന്താണ്, ഇവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട്, ഇവിടുത്തെ സർവീസസ് ഒക്കെ എല്ലാം എന്തൊക്കെയാണ് എല്ലാം നമുക്ക് കാണിച്ചു തരും. ആദ്യം തന്നെ അഞ്ജു, നമുക്ക് നേരെ നമ്മുടെ മൈൽ സ്റ്റോണിന്റെ പരിപാടി നടന്നത് ഇവിടുത്തെ 4th ഫ്ലോറിലല്ലേ, നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അവിടെ നിന്ന് നമുക്ക് ഓരോന്നോരോന്നും കണ്ടു വരാം. ഓക്കെ, അപ്പൊ നമ്മുടെ എന്റർടൈൻമെന്റ് അവാർഡ്സ് നടന്ന വെന്യൂ ആണ് നമ്മൾ ആദ്യം കാണാൻ പോണത്. യെസ്, ഇവിടെ വരും. ഇവിടെയാണ് നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ എന്റർടൈൻമെന്റ് അവാർഡ്സ് നമ്മൾ ഈ സ്റ്റേജിലായിരുന്നു ചെയ്തത്. അതാണല്ലോ ഇപ്പൊ അതിന്റെ കുറെ റീൽസും കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുന്നില്ലേ. നോക്കൂ, ഈ ഒരു സ്പേസ്, ഇവിടെ ഒരുപാട് കല്യാണങ്ങൾ, ഒരുപാട് റിസപ്ഷൻസ്, ഒരുപാട് എന്താ പറയാ ബിസിനസ്, കുറെ ഫങ്ഷൻസ്, ഇതെല്ലാം ഇവിടെ വെച്ച് നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ആക്ച്വലി സീറ്റിംഗ് കപ്പാസിറ്റി 5 വാ മാം, നമ്മുടെ GM എത്തിയിട്ടുണ്ട്. അപ്പൊ സാറ് ബാക്കി കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓ ശരി. യെസ് സർ. രമ്യ. സാറിന്റെ പേര്? അനിൽ നായർ. ഞാൻ ഇവിടുത്തെ GM ആണ്. ഓക്കെ. ആൻഡ് സർ?
ജിജോ ഇവിടുത്തെ ബാങ്ക്വറ്റ് മാനേജർ. ഓക്കെ, യെസ്, നൈസ് മീറ്റിംഗ് യു. അപ്പോ ഞങ്ങളുടെ പരിപാടി അന്ന് ഇവിടെയായിരുന്നു നടത്തിയിരുന്നത്. യെസ്, മൈൽസ്റ്റോൺ. അപ്പൊ ഈ ഒരു ഹാളിനെ കുറിച്ചും ഇവിടുത്തെ സീറ്റിംഗ് കപ്പാസിറ്റിനെ കുറിച്ചും എല്ലാം ഒന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരും. നമുക്ക് എല്ലാവരും ഒന്ന് അറിയട്ടെ, എത്രയാണ് ഇവിടെ സീറ്റിംഗ് കപ്പാസിറ്റി? ഇത് 650 ആണ് ഇതിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി. തിയേറ്റർ സ്റ്റൈലിൽ ഞങ്ങൾ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ആസ് എ മിനി ഓഡിറ്റോറിയം ആണ്. ഓക്കെ, നമുക്ക് ത്രൂ ഔട്ട് ദ ഇയർ ദിസ് ഇസ് ബുക്ക്ഡ് ഫോർ സാറ്റർഡേ ആൻഡ് സൺഡേ. നമുക്ക് കൂടുതലും വെഡിങ്സ്, കോൺഫറൻസസ്, നമുക്ക് ഒത്തിരി ഡോക്ടേഴ്സ് കോൺഫറൻസ് നടക്കാറുണ്ട് ഇവിടെ. 650 ഇൻ തിയേറ്റർ സ്റ്റൈൽ. ഇതിന്റെ ഫുഡ് ഞങ്ങൾ തൊട്ടടുത്ത ഹാളിലാണ് കൊടുക്കുന്നത്. അത് ഈ സെയിം ഫ്ലോറിൽ തന്നെയാണോ? ജസ്റ്റ് ഒരു ഫ്ലോർ മുകളിലേക്കാണ്. ഓക്കെ, അത് 500ന്റെ കപ്പാസിറ്റി ആണ്. പ്ലസ് ഇതിനകത്തൊരു പ്രൈവറ്റ് ഡൈനിങ് ഏരിയ ഉണ്ട്. ഓക്കെ, പ്ലസ് ദിസ് കംസ് വിത്ത് എ ഗ്രീൻ റൂം ഓൾസോ, വാഷ് ആൻഡ് ചേഞ്ച് റൂം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് തന്നെ സെൽഫ് സഫീഷ്യന്റ് ആണ് എല്ലാ ട്രീറ്റ്സും. ഓക്കെ, പിന്നെ വി ഹാവ് ബ്യൂട്ടിഫുൾ സൗണ്ട് സിസ്റ്റംസ്, എല്ലാം ഇൻബിൽറ്റ് ആണ്. ഓക്കെ, നമുക്ക് LED സ്ക്രീൻസ് ഉണ്ട്, നമ്മുടെ സൗണ്ട് സിസ്റ്റംസ്, ഓഡിയോ വിഷ്വൽസ് എല്ലാം നല്ല പെർഫെക്റ്റ് ഫോർ എ കോൺഫറൻസ് ആൻഡ് വെഡിങ് അങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കിയുള്ള സ്പേസും ഒക്കെ ഒന്ന് ഇത് നിങ്ങൾ കണ്ടല്ലോ അല്ലേ? പിന്നെ കാണുന്ന ബാൽക്കണി, എയർ കണ്ടീഷനിങ് എല്ലാം സൗണ്ട് സിസ്റ്റം ആണ് ഇവിടെ ഏറ്റവും അതെ, പെർഫെക്റ്റ്. അത് ഞങ്ങള് ഇപ്പൊ നമ്മളിലൂടെ ജനങ്ങളും എല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. നല്ല എഫക്ട് ഉണ്ടായിരുന്നു, നല്ല സൗണ്ട് സിസ്റ്റം, അതൊക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള സ്പേസും കൂടെ ഒന്ന് കാണാമോ? ഉള്ളിലേക്ക് ഒന്ന് വരികയാണെങ്കിൽ വിൽ ഷോ യു ദ പ്രൈവറ്റ് ഡൈനിങ് ഏരിയ ഓക്കെ, ആൻഡ് ദി ഞാൻ പറഞ്ഞ ഗ്രീൻ റൂംസ് ഓൾസോ. ഓക്കെ, ഇതിനകത്തൊരു കോൺഫറൻസിന് വരുന്ന ഗസ്റ്റ് ആണെങ്കിൽ അവർക്ക് എല്ലാം ഇൻബിൽറ്റ് ആയിട്ട് കിട്ടുന്നത്. ഡോണ്ട് ഹാവ് ടു റൺ അറൗണ്ട് ഒരു വാഷ് ഫ്ലോറിലേക്ക് പോലും റൂമിലേക്ക് പോലും പോകണം. ഇതിനകത്ത് തന്നെ ഗ്രീൻ റൂംസും എല്ലാം അവൈലബിൾ ആണ്. ഇതാണ് ഒരു പ്രൈവറ്റ് ഡൈനിങ് ഏരിയ. അപ്പൊ നമുക്ക് മോസ്റ്റ് ഓഫ് ദ ഫംഗ്ഷൻ വാട്ട് ഹാപ്പൻസ്, ബ്രൈഡ് ആൻഡ് ഗ്രൂമിന്റെ ആൾക്കാർക്ക് നമ്മൾ ഇതിനകത്ത് കൊടുക്കും. അല്ലെങ്കിൽ എൽഡർലി പീപ്പിളിന് നമ്മൾ ഇതിനകത്ത് ഫുഡ് സെർവ് ചെയ്യും. ഒരു 75 പീപ്പിളിന് കംഫർട്ടബിളി ഇരിക്കാം. എന്നിട്ട് ഇതിന്റെ മുകളിലേക്ക് ചെല്ലുമ്പോൾ 500 ആൾക്കാർക്ക്. അപ്പൊ അതിലും കൂടുതൽ വരുന്നത് ഇതിന്റെ അടിയിൽ നമുക്കൊരു 300 പാക്സിന്റെ ഹാൾ ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ഇവിടെ തന്നെ വാഷ് ഉണ്ട്. ഇതിന്റെ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ ഗ്രീൻ റൂംസ്. ഓക്കെ, നമുക്ക് അതും കാണാൻ പറ്റും. ഇതാണല്ലോ ഇവിടുത്തെ ഗ്രീൻ റൂം. ഒരു അപ്പാർട്ട്മെന്റ് സ്റ്റൈലിൽ തന്നെയാണ് ഇവിടുത്തെ ഗ്രീൻ റൂം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ബെഡ്റൂം വരുന്നത്. കാണാം. ഓക്കെ, അതായത് നമ്മുടെ ഇവിടെ ഫംഗ്ഷൻസ് നടത്തുന്ന സമയത്ത് നമുക്ക് ഇതേപോലത്തെ തന്നെ തൊട്ടപ്പുറം വേറൊരു റൂമും കൂടെ ഞാനിപ്പോ കണ്ടു. അതും കൂടെ നമുക്ക് അവരുടെ അടുത്ത് ചോദിക്കാം. അപ്പുറത്തേ ഉള്ളതും വേറെ ഇതേപോലത്തെ സെയിം റൂം തന്നെയാണ്. അതായത് മെയിൻ ആയിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്യാനായിട്ട് ബാങ്ക്വറ്റ് ഗസ്റ്റിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ കൂടെ ഫാമിലി ഫംഗ്ഷൻസിനൊക്കെ വരുമ്പോൾ എൽഡേഴ്സിനൊന്ന് ഇടയ്ക്ക് ഒന്ന് കിടക്കണം, ഒന്ന് റെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാം. അതല്ലേ തന്നെ ബ്രൈഡ് ഗ്രൂമിനും ബ്രൈഡിനൊക്കെ വേണ്ടിയിട്ട് അവരുടെ ഒരു ഗ്രീൻ റൂം ആയിട്ട് ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇവിടെ വാഷ്റൂം ഫെസിലിറ്റി ഉണ്ട്, ബാത്റൂം ഉണ്ട് ഇതിനുള്ളിനകത്ത്. യെസ്, അതുണ്ട്. അതിന്റെ കൂടെ ബെഡ് ഉണ്ട്. പിന്നെ ഇവിടെ ലിവിംഗ് സ്പേസ് ഉണ്ട്. അപ്പൊ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. നിങ്ങൾക്ക് കാണാലോ, നല്ല സ്പേഷ്യസ് ആണ്. ചെറുതായിട്ട് എന്നൊരു കോഫി ടീ അങ്ങനെയൊക്കെ കുടിക്കണം എന്നുണ്ടെങ്കിൽ കെറ്റിൽ ഫെസിലിറ്റി, അതെല്ലാം കോഫി സ്റ്റേഷൻസ് അതും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇതേപോലെ 2 റൂംസ് ആണ് ഉള്ളത്. ഓക്കെ, ഇത് നമ്മൾ ഫ്ലോറിലും നമുക്ക് റൂംസ് ഉണ്ട്. മെയിൻ ഫ്ലോറിൽ നമ്മൾ വാഷ് ആൻഡ് ചേഞ്ച് റൂംസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു സ്പേസ് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. ഇനി ഞങ്ങൾ അടുത്തത് എന്താണ് ഇവിടെ ഞങ്ങൾ കാണാനുള്ളത്? അടുത്തത് നമുക്ക് നമ്മുടെ ഒരു സ്പെഷ്യൽ ഹാളുണ്ട്. ഹീര എന്നാണ് പേര്. നമുക്ക് അവിടെ എന്താ സ്പെഷ്യൽ, നമുക്ക് അവിടെ എല്ലാം ലൈവ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഫുഡ് എല്ലാം നമുക്ക് ലൈവ് ആയിട്ട് ചെയ്യാം. ഏത് ഫ്ലോറിലാണത്? തൊട്ട് പാരലായിട്ട് തന്നെ വരുന്നത്. എന്ന് വരും ആ സ്പെഷ്യൽ പ്ലേസ് IMA കൊച്ചി IMA ഹൗസിലെ സ്പെഷ്യൽ പ്ലേസ് ആണ് നമ്മൾ കാണാൻ പോണത്. ഇതാണ് നേരെ മുകളിൽ, ഒരു ഫ്ലോർ മുകളിലേ ഉള്ളൂ. ഇതാണ് ഞങ്ങളുടെ ഹീര എന്ന് പറഞ്ഞ ഹാള്. ഓക്കെ, ടോട്ടലി പില്ലർലെസ് ഹാളാണ് വിത്ത് ലൈവ് ഇൻ കിച്ചൺ. ജിജോ പറഞ്ഞ പോലെ കിച്ചൺ ഫുഡ് കുക്ക് ചെയ്യുന്നത് കാണാം, ലൈവ് ഐറ്റംസ്. ഇതാണ് നമ്മുടെ ഹാള്. പ്ലീസ്. ഇതിന്റെ ഏറ്റവും പ്രത്യേകത പില്ലർലെസ് ഹാളാണ്. നമ്മൾ ഇതിനകത്ത് 500 വരെ ഫംഗ്ഷൻ ചെയ്യാറുണ്ട് ഫ്ലോട്ടിംഗ്. ഇതിന്റെ കപ്പാസിറ്റി 400 ആണ് തിയേറ്റർ സ്റ്റൈലില്. പിന്നെ പല ടൈപ്പ് അറേഞ്ച്മെന്റ്സ് നമ്മൾ ചെയ്യാറുണ്ട്. ഇതാണ് ഞങ്ങൾ പറഞ്ഞ ലൈവ് കിച്ചൺ. ബാക്കി കാണുകയാണെങ്കിൽ ബ്യൂട്ടിഫുൾ ലൈവ് കിച്ചൺ ആണ് വിത്ത് ഇൻബിൽറ്റ് എക്സോസ്റ്റ് എല്ലാം. ഇവിടെ നമ്മൾ അപ്പം, കോയിൻ പൊറോട്ട, എന്ത് പറഞ്ഞാലും റുമാലി റോട്ടി എല്ലാം ഉണ്ടാക്കി നേരെ ഇവിടെ ആയിരിക്കും ഫുഡ് കൗണ്ടേഴ്സ് വരുന്നത്. ഫ്രഷ്ലി കുക്ക്ഡ് ഫുഡ് എന്ന് വേണേൽ പറയാം. ലൈവ് ഐറ്റംസ് ബേസിക്കലി ചെയ്യാം. അപ്പോ ഈവനിങ്ങിനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ്, ഈവനിങ് ഫംഗ്ഷൻസ് നടത്താൻ പറ്റിയ ഒരു സ്ഥലം. റിസപ്ഷൻ ആണ് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. റിസപ്ഷൻ നല്ല ആംബിയൻസ് ആണ് ഇവിടെ. ലൈവ് ഫുഡ്, സ്നാക്സ് ഒക്കെ ആണെങ്കിൽ ലൈവ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഏറ്റവും പ്രത്യേകത ഇറ്റ്സ് എ പില്ലർലെസ് ഹാൾ. അങ്ങനത്തെ ഹാൾസ് ഭയങ്കര റെയർ ആണ്. അതെ, ഒരു രീതിയിലുള്ള ഒന്നും ഇല്ലല്ലോ. ഇവിടെ ആണെങ്കിൽ നമുക്ക് എത്ര സീറ്റ് ഇടാനുള്ള സ്പേസ്? നമുക്ക് 400 വരെ തിയേറ്റർ സ്റ്റൈലിൽ പോവാം. പിന്നെ റൗണ്ട് ടേബിൾസ് മാത്രമാണ് ഇറ്റ് കംസ് ടു 150 to 180.
ഡോക്ടേഴ്സിന്റെ ഒക്കെ പല ടൈപ്പ് അറേഞ്ച്മെന്റ്സ് ആയിരിക്കും ക്ലയൻസിന്റെ. അപ്പൊ അറേഞ്ച്മെന്റ് അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അതേപോലെ തന്നെ ഇപ്പം എൽഡർലി ആൾക്കാർക്ക് അല്ലെ വീൽ ചെയർ ഫെസിലിറ്റി വേണമെങ്കിൽ തന്നെ ഇങ്ങോട്ടൊക്കെ വരെ ഞാൻ കാണിച്ചു തരാം. പ്രൈവറ്റ് ലിഫ്റ്റ് ഉണ്ട് നമുക്ക് ഉണ്ടോ? വിത്ത് റാമ്പ് അസസ്. ഓ ദാറ്റ്സ് ഗ്രേറ്റ്. ഞങ്ങൾക്ക് എൽഡർലി പീപ്പിൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ വരാറുണ്ട്. അതെ, കാരണം ഞങ്ങൾ സ്പെഷ്യൽ ടേക്ക് കെയർ ചെയ്ത് ഇവിടെ കൊണ്ടുവരും. ഓക്കെ, ബീങ് എ ഡോക്ടേഴ്സ് സൈഡ് തന്നെ ആവുമ്പോൾ നിങ്ങൾ അതും കൂടെ കേറ്റർ ചെയ്തിട്ട് തന്നെയല്ലേ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ അതും ഇവരെ മുന്നിൽ കണ്ട് അതും കൂടെ എല്ലാം ചെയ്ത് നീറ്റ് ആയിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് മാഡം ലോബി വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. there is a specially ടോയ്ലറ്റ് ഉണ്ട് നമുക്ക് ഡിഫറെന്റ്ലി ഏബിൾഡ് പീപ്പിൾ. ആണോ? only for differently abled people. Okay, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർക്ക് ഇരിക്കാൻ പറ്റിയ രീതിയിൽ സപ്പോർട്ട് സിസ്റ്റം എല്ലാം അതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡോക്ടേഴ്സിന്റെ സ്പേസിലേക്ക് വരുമ്പോൾ പിന്നെ ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ലല്ലോ ആ ഒരു കാര്യത്തില്. ആംബുലൻസ് ഈസ് ഓൾസോ റെഡി ഫുൾ ടൈം, എപ്പോഴും 24 hours ഉണ്ട്. ഓക്കെ, ഗ്രേറ്റ്. അപ്പോ നമുക്ക് ഇനിയും ഉണ്ട് ഇവിടെ കുറെ കാണാൻ. പെട്ടെന്ന് പോയി പെട്ടെന്ന് എല്ലാം നമുക്ക് കാണാം. നമുക്ക് ഈ കുറെ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ട്. ഇനി അടുത്ത് നമ്മൾ പോകുന്ന സിയൂസ് ഒരു 350 കപ്പാസിറ്റി ഉള്ള ഹോളാണ്. അവിടെ നമുക്ക് റിസപ്ഷൻ, ഇപ്പൊ ചെറിയ റിസപ്ഷൻ, ചെറിയ കല്യാണങ്ങൾ എല്ലാം നടത്താനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇതാണ് ഇതിന്റെ വാഷ് ഏരിയ. ഓൺലി ഹാൻഡ് വാഷ് ആണ്. ഒരു 10 പേർക്ക് അറ്റ് എ ടൈം നിന്ന് വാഷ് ചെയ്യാവുന്ന ഫെസിലിറ്റീസ് ഉണ്ട്. ഹാൻഡ് വാഷ് ഏരിയ. ഓക്കെ, പിന്നെ ഇവിടെ ഈ IMA ലാണ്ട് ഒരുപാട് മൂവി പ്രൊഡക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള പരിപാടികൾ, ഓഡിയോ ലോഞ്ചസ്, അതെല്ലാം ഇവിടെ ഫംഗ്ഷൻ നടക്കാറുണ്ടല്ലോ അല്ലേ? ഒരുപാട് റിലീസസ്, ട്രെയിലർ ലോഞ്ച്, പ്രൊഡക്ഷൻ ഹൗസിന്റെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടികൾ, ഇതെല്ലാം അവരുടെ ഒരു ഭാഗ്യസ്ഥലമാണ് എന്നാണ് IMA അറിയപ്പെടുന്നത്. റെഗുലർ ആയിട്ട് ഫിലിംസ് ഫംഗ്ഷൻ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. അത് ആൻഡ്രോ ജോസഫ് ഫിലിം കമ്പനി, പിന്നെ ഫ്രൈഡേ ഫിലിംസ്, പിന്നെ മാജിക് ഫ്രെയിംസ്. അപ്പൊ അവര് എല്ലാം ഒത്തിരി അസോസിയേറ്റ് ചെയ്തിട്ട് ഒത്തിരി ഫംഗ്ഷൻസ് നമുക്ക് നമ്മുടെ സ്ഥിരം ഗസ്റ്റ് തന്നെയാണ്. പറയുന്ന റൈറ്റ് ആളാ. ഹീസ് വിത്ത് ദ കമ്പനി ഫോർ മോർ ദാൻ 12 years. ഓക്കെ, ഗ്രേറ്റ്. അപ്പൊ കറക്റ്റ് ആയിട്ട് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവരുടെയൊക്കെ പേര് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം. എല്ലാ വെൽ നോൺ ആയിട്ടുള്ള കമ്പനീസ്, പ്രൊഡക്ഷൻ കമ്പനികളെല്ലാം വളരെ ഇതായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്പേസ് ആണ് IMA ഹൗസ്. അവരുടെ ലക്കി സ്പേസ് ആണ് ഇവിടെ അല്ലേ? We have been here for last 16 years. Yes. 2009 ലാണ് നമ്മൾ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഇതാണ് മാം ഞാൻ പറഞ്ഞ ലിഫ്റ്റ്. ഡിഫറെന്റ്ലി ഏബിൾഡ് വീൽ ചെയർ ഫെസിലിറ്റി എല്ലാം നേരെ ഇവിടെ വരെ വരും. ദ ഗസ്റ്റ് സ്ട്രേറ്റ് അവേ കേറാൻ പറ്റും. ദി ഹാൾ ഉണ്ട്. പിന്നെ പ്രീമിയം ഗസ്റ്റിനൊക്കെ ഇങ്ങനെയും വരാം. ഓക്കെ, അപ്പോ ഇങ്ങനെ പെട്ടെന്ന് ആക്സസ് ചെയ്യാം. യെസ്, ലേഡീസ് ആൻഡ് ജെന്റ്സ് വാഷ്റൂം വേറെ ഉണ്ട്. വാഷ്റൂം വേറെ. നമ്മളിപ്പോ 3rd ഫ്ലോറിലെത്തി. അതെ അതെ, ഇതാണ് നമ്മുടെ അടുത്ത ഹാള്. ജിയോസ് എന്ന് പറയും. ഓക്കെ, ഇതിന് കപ്പാസിറ്റി ഓഫ് 275 ആണ്. ഓക്കെ, ഇൻ തിയേറ്റർ സ്റ്റൈൽ. ഇവിടെ നമ്മൾ ഒത്തിരി ഫംഗ്ഷൻസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇതിനകത്തൊരു പ്രൈവറ്റ് ഡൈനിങ് ഏരിയ അഗെയിൻ ഉണ്ട്. പുറത്തൊരു നല്ല പ്രീ ഫംഗ്ഷൻ ഏരിയ ഉണ്ട്. ഓക്കെ, റിസപ്ഷൻ ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 350-400 പേര് വരെ ഈസി ആയിട്ട് പോകണം. മൂവിംഗ് ക്രൗഡ് ഒക്കെ ആണെങ്കിൽ അതിനകത്ത് സെപ്പറേറ്റ് ഒരു ചെറിയൊരു മിനി ഹോൾ ഉണ്ട്. നമുക്ക് അതും വേണമെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, ഓക്കെ. അപ്പൊ ഏത് ഹാൾ നമ്മൾ എടുത്തു കഴിഞ്ഞാലും ഡൈനിങ്ങിനപ്പം വേറെ തന്നെ സ്ഥലത്താണോ? ഇതിന്റെ സൈഡിലുള്ള സ്പേസ് പ്രൈവറ്റ് ഡൈനിങ് ഉണ്ട്. ഇതിലും കുറഞ്ഞ ഹോൾസിന് സെയിം ആയിരിക്കും. ഇത് 300 and above നമുക്ക് പ്രൈവറ്റ് ഡൈനിങ് ഏരിയ അകത്ത് വരുന്നുണ്ട്. ദ പർപ്പസ് ഈസ് നോട്ട് ടു ഡിസ്റ്റർബ് ദ ഗസ്റ്റ്. ഇപ്പൊ മാഡത്തിന്റെ ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുകയാണെങ്കിൽ we make sure that we have the very less disturbance. നമ്മൾ ഫുഡ് എല്ലാം അതിനകത്തായിരിക്കും. അപ്പം നല്ല രീതിയിൽ ഫംഗ്ഷൻ നടന്നു പോകും. അല്ലെങ്കിൽ എപ്പോഴും ഈ സൗണ്ട്സ് കേൾക്കാം. അതെ അതെ, മാത്രമല്ല ഈ ഒരു സ്പേസിലേക്ക് ഭക്ഷണം ഒന്നും വരുന്നില്ല, സ്മെല്ലോ ഒന്നും വരില്ല. നേരത്തെ കാണിച്ച ഹാളിന്റെ അതേ പ്രൈവറ്റ് ഡൈനിങ് ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദാറ്റ്സ് ഇപ്പൊ ഇതേയും കണ്ടല്ലോ നിങ്ങൾ. ഒന്നിങ്ങനെ റൗണ്ട് അടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് കാണാം. അത്യാവശ്യം നമുക്ക് എല്ലാ ഫംഗ്ഷൻസും ഇവിടെ ചെയ്യാൻ പറ്റുന്നത്. അതേ കണ്ടല്ലോ, സ്റ്റേജും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഹാളിലേക്ക് പോവാം. യെസ്, അടുത്ത ഹാൾ. അതേതാ? സെക്കൻഡ് ഉണ്ട്. പിന്നെ നമ്മള് ഒരു ബോർഡ് റൂം ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ ഈ എല്ലാ ഹോൾ സൈഡിലും വി ഹാവ് എ പ്രീ ഫംഗ്ഷൻ ഏരിയ. അത് മേളിലും കണ്ടു. ഇതാണ് ഇത്ര ഏരിയ നമുക്കുണ്ട്. അതിന് ഇവിടെയാണ് നമ്മൾ ഗസ്റ്റിനെ വെൽക്കം ചെയ്യുന്നത്. ഓക്കെ, ഈ സെയിം ഇത് തന്നെ മേളിലും ഉണ്ട് കേട്ടോ. അപ്പം വെൽക്കം ചെയ്യാനായിട്ട് എപ്പോഴും ഏതൊരു ഫംഗ്ഷൻ ആണെങ്കിലും അതിനനുസരിച്ച് ഇവരുടെ ഇന്റീരിയർ ഒക്കെ അതിനനുസരിച്ച് സെറ്റ് ചെയ്യും. ഇതാ ഞങ്ങൾ പ്രീ ഫംഗ്ഷൻ ഏരിയ എന്ന് പറയും. ഗസ്റ്റ് വരുമ്പോൾ ഫസ്റ്റ് വെൽക്കം പോയിന്റ് ആണ്. കാരണം ലിഫ്റ്റ് അവിടെയാണ്. ലിഫ്റ്റ് വന്ന് ഇറങ്ങുമ്പോ തന്നെ ഇവിടെ വെൽക്കം ചെയ്യാൻ ആൾക്കാരുണ്ടാവും അല്ലേ? വെൽക്കം ഡ്രിങ്ക് കൊടുക്കും. എന്നിട്ടാണ് ഹാളിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നത് തന്നെ. ഓക്കെ, പോവാം. ലിഫ്റ്റ് ആണെങ്കിലും അത്രയും ഇത് വരില്ല. രണ്ടും പിന്നെ അവിടെ ഒന്നും മൊത്തം 3 ലിഫ്റ്റ്സ് ഉണ്ട്. അപ്പം ഒട്ടും തന്നെ ആ ഒരു കാര്യത്തിൽ കൺജഷൻ വരുന്നില്ല. ഓക്കെ, ഭയങ്കര ഫാസ്റ്റ് മൂവിംഗ് ലിഫ്റ്റ്സും ആണ്. ഓക്കെ, കേറാം. തീർച്ചയായിട്ടും.
ഇത് നമ്മളിപ്പോ സെക്കൻഡ് ഫ്ലോറിലേക്കാണ് വന്നിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ കുറച്ചും കൂടെ ചെറിയ ഒരു ഹാൾ ആയിരിക്കും. ഇവിടെ നമുക്ക് 200 പേർക്ക് പറ്റിയ ഒരു ഹോൾ ഉണ്ട്. അതുകൂടാതെ തന്നെ ഒരു ബോർഡ് റൂം മീറ്റിംഗ് നടത്താൻ പറ്റിയത് ഒരു ഇപ്പം കോർപ്പറേറ്റ്സിനൊക്കെ ഒരു ചെറിയ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഒരു 20 പേർക്ക് പറ്റിയ ഒരു ബോർഡ് റൂം സ്റ്റൈൽ ഹോൾ നമുക്ക് ഇവിടെ ഉണ്ട്. അതിനോട് ചേർന്ന് ഒരു 10 പേരുടെ ഗെറ്റ് ടുഗദർ നടത്തണമെങ്കിൽ 10 പേരുടെ മീറ്റിംഗ് നടത്തണമെങ്കിൽ അവർക്ക് പറ്റിയ ഹോൾ നമുക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ആദ്യം ഇതൊന്ന് കാണാം. ബോർഡ് റൂം കണ്ടു നോക്കാം. ഈ ബോർഡ് റൂമിന് നമ്മൾ ചെറിയൊരു പ്രീ ഫംഗ്ഷൻ ഏരിയ കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് ചിലവർക്ക് ഫുഡ് ഡിസ്റ്റർബൻസ് വേണ്ടെങ്കിൽ ഫുഡ് പുറത്ത് സെർവ് ചെയ്യുന്നത്. ഇതാണ് ബോർഡ് റൂം. വൺ ഓഫ് ദ ബെസ്റ്റ് ബോർഡ് റൂംസ് ആണ്. 18 പേർക്ക് അറ്റ് എ ടൈം ഇരിക്കാം. വിത്ത് ഓൾ TV ആൻഡ് ഇൻബിൽറ്റ് വൈഫൈ ഫെസിലിറ്റീസ് ആണ്. നമുക്ക് സ്പീക്കേഴ്സ് വരെ ഓരോരുത്തർക്ക് വെച്ചു കൊടുക്കാം. ചാർജിംഗ് പോയിന്റ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. അകത്ത് സെപ്പറേറ്റ് വാഷ് ഏരിയയും ഉണ്ട്. They don't have to go out for anything. ഫുഡ് വേണേ നമ്മൾ ഇവിടെ സെർവ് ചെയ്യും. മോസ്റ്റ് ഓഫ് ദ ഗെസ്റ്റ് പ്രിഫർ ടു ഹാവ് ഫുഡ് ഔട്ട്സൈഡ് സോ ദാറ്റ് they don't ഫുഡിന്റെ സ്മെൽ ഉണ്ടാവില്ല. ഓക്കെ, ഒഫീഷ്യൽ മീറ്റിംഗ് ഒക്കെ ആണെങ്കിൽ അത് ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള സ്പേസും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ടല്ലോ. പ്രത്യേകിച്ചും നമുക്കറിയാം നല്ലൊരു ഡോക്ടേഴ്സിന്റെ അസോസിയേഷൻ തന്നെയാണ്. ഇവരുടെ ഡോക്ടേഴ്സ് മാത്രമാണ് ഈ ഒരു IMA ഹൗസ് ഇങ്ങനെ ചെയ്തതും അതിനകത്ത് എല്ലാം ആക്റ്റീവായിട്ട് നിൽക്കുന്നതും എല്ലാം. അപ്പോ നമുക്കറിയാവുന്ന ഒരു പ്രത്യേകിച്ച് എന്താ പറയാ, അവര് പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം കൂടെ എന്തെന്ന് വെച്ചാല് എവിടെ ഇപ്പൊ ഞങ്ങൾ എത്ര സ്ഥലങ്ങളിൽ പോയി സൂപ്പറായിട്ട് ഇവര് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതിപ്പോ തന്നെ 16 years ആയിന്ന് ഒരാളും പറയില്ല. ഇപ്പൊ കണ്ടാൽ പോലും ഒരു 1 year അല്ലെങ്കിൽ റീസെന്റ് ആയതുപോലെ അത്രയും ഫ്രഷ് ആയിട്ട് നന്ന സൂപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നിട്ടുണ്ട്. സൂപ്പർ ടൈഡി നീറ്റ് എല്ലാമായിട്ട് ചെയ്യുന്നിട്ടുണ്ട്. യെസ്, ഇനി നമുക്ക് അപ്പുറത്തെ എന്തോ ഒരു 200 പേർ ഹോൾ ഉണ്ട്. യെസ്, ഇതാണ് അടുത്തത്. ഇതാണ് നമ്മുടെ അടുത്ത ഹോള്. അദീന എന്നാണ് ഹോളിന്റെ പേര്. ഒരു 150 മുതൽ 200 പേർക്ക് നമുക്ക് ഫംഗ്ഷൻസ് കംഫർട്ടായിട്ട് നടത്താൻ പറ്റും ഇവിടെ. അതായത് ചെറിയ ഫംഗ്ഷൻസ് കാര്യങ്ങളും ഇപ്പൊ ബർത്ത്ഡേസ് അങ്ങനെ ചെറിയൊരു പരിപാടിയൊക്കെ നമുക്ക് ഇവിടെ കണ്ടക്ട് ചെയ്യാൻ പറ്റും. ചെറുതായിട്ട് ഇപ്പൊ ചിലരുടെ റിസപ്ഷൻ ആണെങ്കിലും വളരെ ചെറിയ ക്രൗഡ് ഒക്കെ ആയിരിക്കും. അങ്ങനെയുള്ളവർക്കും ഒക്കെ ഈ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്യാം. വീണ്ടും നമ്മൾ അടുത്ത സ്ഥലത്ത് എത്തിയിരിക്കുന്നു. ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഇതെല്ലാം മൊത്തം ഇത് 5 ഫ്ലോർസ് അല്ലേ? ഈ ബിൽഡിംഗ് മൊത്തം ബാങ്ക്വറ്റ് ഹാൾസ് ആണ്. അതാണ് ഇങ്ങനെ കാണുമ്പോൾ ആക്ച്വലി ഇത് ഫസ്റ്റ് ഫ്ലോർ ആണ്. താഴെ ലോബി, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് എല്ലാ ഹാൾസ് ആണ്. നമ്മൾ മേളിൽ നിന്നാണ് ഇങ്ങനെ കണ്ടിറങ്ങി വന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് ഇതെല്ലാ ഫ്ലോറിലും ഇതേപോലെ ഫംഗ്ഷൻസ് നടത്താൻ പറ്റുന്ന ഓരോ ഹാൾ ഉണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഡോക്ടേഴ്സ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഹാൾസ് എല്ലാം ഒരു സെപ്പറേറ്റ് ബിൽഡിംഗ് ആക്കിയിട്ട് റൂംസ് സെപ്പറേറ്റ് ബിൽഡിംഗ് ആക്കി. സോ ദാറ്റ് ഗസ്റ്റിന് ഒരു പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് അറിയാമല്ലോ. അല്ലെങ്കിൽ എപ്പോഴും ഫംഗ്ഷൻ നടക്കുമ്പോൾ മ്യൂസിക് ഉണ്ടാവും, എന്തെങ്കിലും ഗസ്റ്റിന് റൂമിൽ ഇരിക്കുന്നവർക്ക് ഒരു ചെറിയ ഡിസ്റ്റർബൻസ് ആണ്. അപ്പൊ ഒരു രീതിയിലും നമ്മുടെ റൂം ഗസ്റ്റ് ആർ നോട്ട് ഡിസ്റ്റർബ് ബിക്കോസ് ഓഫ് എനി ഫംഗ്ഷൻസ്. അതാണ് ഇങ്ങനെ ഒരു ബിൽഡിംഗ്. ഇത് 80 പേരുടെ ഒരു ഹോളാണ്. ഇതിപ്പോ ഇന്ന് വൈകുന്നേരം ഫംഗ്ഷൻസ് ഉണ്ട്. ഡോക്ടേഴ്സിന് ഒരു മീറ്റിംഗ് ഉണ്ട്. കാണാം മാഡത്തിന്. അതൊരു അബോട്ട് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഇതാണ്. അപ്പൊ അതിനു വേണ്ടിട്ട് നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ആക്ച്വലി ഇവിടെ മൊത്തം എത്ര നിങ്ങൾക്ക് സ്റ്റാഫ് ഇത് ഇത്രയും നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടും ഇതിങ്ങനെ വെൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും നിങ്ങളുടെ കൂടെ നമുക്ക് ഇൻക്ലൂഡിംഗ് ഫുഡും എല്ലാം കൂടെ നമുക്ക് 125 സ്റ്റാഫ്സ് ഉണ്ട്. ഓക്കെ, നമുക്ക് എല്ലാം കൂടെ 125 സ്റ്റാഫ്സ് ഉണ്ട്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടന്റ് അതിൽ വരുന്നത് ഹൗസ് കീപ്പിംഗ് ആണ്. അവരാണ് ഇതെല്ലാം നീറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ബാക്ക് ബോൺ ഓഫ് ദി എൻറ്റയർ. കാരണം കംപ്ലീറ്റ് ഏരിയ എപ്പോഴും ഹൈജീനിക്കലി വെൽ മെയിൻറ്റെയിൻഡ് ആയിരിക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ സ്റ്റാഫ് നമ്മൾ ഇട്ടേക്കുന്നത് ഹൗസ് കീപ്പിംഗിലാണ്. അതേപോലെ തന്നെ ഇവിടെ വെച്ച് ഫംഗ്ഷൻസ് നടത്തുമ്പോൾ അങ്ങനെയൊന്നും ആർക്കും വരാതിരിക്കട്ടെ, പക്ഷെ എന്നാലും ആ ഒരു സമയത്ത് ഇപ്പൊ നിങ്ങളുടെ ഡോക്ടേഴ്സിന്റെ ഒരു ഇതായതുകൊണ്ട് തന്നെ ഫസ്റ്റ് എയ്ഡ് ഫെസിലിറ്റി, അതിനുള്ള എന്തെങ്കിലും ഒരു എമർജൻസി, ഒരു എമർജൻസി റൂം അങ്ങനെ എന്തെങ്കിലും ഇവിടെ തന്നെ ഉണ്ടോ? ആക്ച്വലി നമുക്ക് മോസ്റ്റ് ഓഫ് ദ ടൈം ഏതെങ്കിലും ഒരു ഡോക്ടർ അവൈലബിൾ ആയിരിക്കും. നമ്പർ 1, അതൊരു 100% ഗ്യാരണ്ടി ആയിട്ട് പറയുന്നില്ല. പക്ഷെ നമുക്ക് ബാക്കി എല്ലാ എക്യുപ്മെന്റ്സും ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഒരു ആംബുലൻസ് എപ്പോഴും ഇവിടെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഗസ്റ്റിന് വന്നാല് പിന്നെ ഈ അങ്ങനെ പ്രശ്നം വരാറില്ല. പക്ഷെ നമുക്കൊരു എമർജൻസി റെസ്ക്യൂ ഡിവൈസ് താഴെ ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു എൻറ്റയറില് ചിലപ്പോൾ ഇന്ത്യയിൽ നമുക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ആസ് എ ഹോട്ടൽ. ഓൺലി ബിക്കോസ് ഡോക്ടേഴ്സിന്റെ ആയതുകൊണ്ട് എമർജൻസി കാർഡിയോ മാഡം പറഞ്ഞ പോലെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു അറസ്റ്റ് വന്നാൽ എമർജൻസി റെസ്ക്യൂ ചെയ്യാവുന്ന ഒരു ഡിവൈസാണ്. ഞാൻ ആ ഡിവൈസ് കാണിച്ചു തരാം. ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ് മെഷീൻ ആൻഡ് ഇറ്റ് ഹാസ് ടു ബി മെയിൻറ്റെയിൻഡ് വെൽ. എവറി ഇയർ അത് റിപ്ലേസ് ചെയ്യണം. അങ്ങനത്തെ കുറെ ഇതുണ്ട്. ഞങ്ങൾ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അത്രയും റെസ്പോൺസിബിൾ ആണല്ലോ. വെരി നൈസ്. നമുക്ക് ഇനിയും കാണാം. ഇവിടെ പൂളൊക്കെ എവിടെയാ? ഹോട്ടൽ സൈഡ് അതൊക്കെ അപ്പുറത്തെ തന്നെ ബിൽഡിംഗിലാണ്. ഞാൻ പറഞ്ഞല്ലോ മാം, ഈ ബിൽഡിംഗ് ആയിട്ട് ഇത് ബേസിക്കലി ബാങ്ക്വറ്റിംഗ് ബിൽഡിംഗ്. ഇനി നമുക്ക് അടുത്ത ബിൽഡിംഗിൽ പോയിട്ട് അവിടെയാണ് റെസ്റ്റോറന്റ് ഉണ്ട്, പൂൾ ഉണ്ട്, ജിം ഉണ്ട്. നമുക്ക് എല്ലാം കാണിക്കാം. ഇതാണ് നമ്മുടെ റെസ്റ്റോറന്റ്. പ്ലീസ് കം.
ഇത് നമ്മുടെ ഒരു 72 കവർ റെസ്റ്റോറന്റ് ആണ്. ദിസ് ഓപ്പറേറ്റ്സ് ഫ്രം മോർണിംഗ് 7:30 ടു നൈറ്റ് 11. ഓക്കെ. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാ ദിവസവും ബുഫേ ആയിരിക്കും. ഓക്കെ. ഇവിടുത്തെ ഭക്ഷണം ഞാൻ കേട്ടിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റി ആണെന്നില്ല, കേറ്ററേഴ്സ് ആണല്ലോ, അതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റി ആണ്. അപ്പൊ ഈ വഴിക്ക് ഈ റൂട്ടിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ, ഭക്ഷണം വിശക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഓടിക്കേറി ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാനായിട്ടാണെങ്കിലും വന്നിട്ട് പോവാം അല്ലേ? പറയുന്നത് they have served more than 50 lakh happy customers. അതെ, അതാണ് ഞങ്ങളുടെ ഒരു വാല്യൂ. ലക്കിലി ഞങ്ങളുടെ പ്രസിഡന്റ് ഡോക്ടർ അതുൽ ഇന്ന് ഇവിടെ ഉണ്ട്. ഓ, Just a chance. I'll just introduce you Dr. Atul. Hi, Dr. Remya. ഞങ്ങളുടെ പ്രസന്റ് പ്രസിഡന്റ് ആണ്. Okay. And he leads a lot of activities in IMA. ഡോക്ടർ ഏത് ഹോസ്പിറ്റലിലാ? ഞാൻ അരികെ എന്ന് പറഞ്ഞൊരു പാലിയേറ്റീവ് കെയർ യൂണിറ്റ് നടത്തുന്നു. IMAന്റെ ഒരു ഇനീഷ്യേറ്റീവ് ആണ്. അതിന്റെ ഓവറോൾ ഇൻചാർജ് അത് നോക്കി നടത്തുന്നു. ഓക്കെ, ഗ്രേറ്റ്. അപ്പൊ ഞാൻ എന്നാ സാറിന്റെ അടുത്ത് ചോദിക്കട്ടെ, ഞാനിപ്പോ ഇവരെന്നെ മേളിൽ നിന്ന് മുതൽ എല്ലാം കാണിച്ച് ഞങ്ങൾ വന്നോണ്ടേ ഇരിക്കുകയാണ്. ഇവിടെ ഇതുപോലെ ഒരുപാട് ഫംഗ്ഷൻസും എല്ലാം നടക്കുമ്പോൾ എൽഡർലി പീപ്പിളും എല്ലാം വരുന്നുണ്ട്. ഇപ്പം പ്രായത്തിലല്ല, ആർക്കാണെങ്കിലും ഒരു എമർജൻസി, ഒരു മെഡിക്കൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ, ഇതിപ്പോ ഒരു ഡോക്ടേഴ്സിന്റെ ഒരു യൂണിയനും അസോസിയേഷനും ആയതുകൊണ്ട് തന്നെ ആംബുലൻസ് ഉണ്ടെന്ന് ഇവർ പറഞ്ഞു. പക്ഷെ എന്തെങ്കിലും നമുക്കൊരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കണമെങ്കിലോ, ഒരു മെഡിക്കൽ എമർജൻസി വരുമ്പോൾ ഒരു കാഷ്വാലിറ്റി, എന്തെങ്കിലും അതിനുള്ള ഫെസിലിറ്റിയും ഇവിടെ ഉണ്ടോ? നമ്മൾക്കൊരു 3700 മെമ്പേഴ്സാണ് നമ്മുടെ ഡോക്ടേഴ്സ് കമ്മ്യൂണിറ്റി വിച്ച് അപ്ഹോൾഡ്സ് ഈ ഒരു ആക്ടിവിറ്റി. അപ്പൊ അതുകൊണ്ട് തന്നെ അറ്റ് ഗിവൺ പോയിന്റ് ഓഫ് ടൈം ആരെങ്കിലും ഒരാൾ എപ്പോഴും ഇവിടെ, ഏതെങ്കിലും ഒരു ഡോക്ടർ ഉണ്ടാവും, ഏതെങ്കിലും ഒരു ഡോക്ടർ ഏതെങ്കിലും ഒരു സമയത്ത് എപ്പോഴും ആരെങ്കിലും ഒക്കെ ആയിട്ട് ഇവിടെ എപ്പോഴും ഉണ്ടാകുന്നതാണ്. അപ്പൊ അത് ആണ് ഒരു കോൺഫിഡൻസ് ബിൽഡിംഗ്. വേറെ അത് കൂടാണ്ട് ഇപ്പൊ എറണാകുളത്ത് എല്ലാ ഹോട്ടൽസിൽ തന്നെ AED എന്ന് പറയുന്നത് നമുക്ക് അറിയാം, ഹാർട്ട് അറ്റാക്ക് ആണ് ഇപ്പോഴത്തെ ഒരു മെയിൻ ആണോ? ഒന്ന് പറയൂ. വളരെ നമുക്ക് ഹാർട്ട് അറ്റാക്ക് നമുക്കറിയാം. നമ്മൾ പലപ്പോഴും നമ്മൾ കഴിഞ്ഞ 2019 നമ്മൾ 21,000 പിള്ളേർക്ക് CPR ട്രെയിനിങ് കൊടുത്തിരുന്നു. CPR ട്രെയിനിങ് അപ്പൊ നമ്മളുടെ എപ്പോഴും ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റിന്റെ ഭാഗമാണ്. ആ CPR കൊണ്ട് മാത്രം ചിലപ്പോൾ നമുക്ക് ആ സമയം ബൈ ചെയ്യാൻ പറ്റിയെന്നില്ല ഒരു ഹോസ്പിറ്റലിലോട്ട് എത്തിക്കാന്നുള്ളത്. പലപ്പോഴും നമ്മൾ സിനിമയിലെ കണ്ട ഷോക്ക് കൊടുക്കുന്ന ഒരു പ്രക്രിയ. ഈ ഷോക്ക് കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കണം, എത്ര സെറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് പലപ്പോഴും കൺഫ്യൂസിങ് ആണ്. അതിന് ഓട്ടോമാറ്റിക് ഹാർട്ട് കെയർ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു പ്രഗത്ഭരായിട്ടൊരു ഹാർട്ട് കെയറിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു ഫൗണ്ടേഷനാണ്. ഹാർട്ട് കെയർ ഫൗണ്ടേഷന്റെ കൂടെ IMAയിൽ നമ്മൾ ഫ്രണ്ട് ലോബിയിൽ തന്നെ ഒരു AED, ഓട്ടോമാറ്റിക് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ എന്ന് പറയും. വേറെ അത് ഒട്ടിച്ചിട്ട് സ്വിച്ച് വെക്കിയാൽ അത് ഓട്ടോമാറ്റിക്കലി തന്നെ അതിന്റെ കാൽക്കുലേറ്റ് ചെയ്ത് ആ ഷോക്ക് കൊടുത്തോളും. അപ്പൊ CPR കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് നെക്സ്റ്റ് ലെവൽ ട്രീറ്റ്മെന്റ് എന്നുള്ള രീതിയിൽ AED ഫെസിലിറ്റിയും കൂടി നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, എനിവേ നൈസ് മീറ്റിംഗ് യു ഡോക്ടർ. ഡോക്ടർ കോഫി ടൈം ആയിരിക്കും. യു പ്ലീസ് ക്യാരി ഓൺ. അപ്പൊ ഞങ്ങൾ ബാക്കിയും കൂടെ ഒക്കെ ഒന്ന് കാണട്ടെ, എക്സ്പ്ലോർ ചെയ്യട്ടെ. താങ്ക് യു. അപ്പൊ നമ്മൾ ഇനി നില കേറ്ററേഴ്സിന്റെ ലോകത്തേക്ക് കടക്കാൻ പോവാണ് അല്ലെ? നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം ഇവിടെ വരുന്നവർക്കൊക്കെ വിളമ്പി കൊടുക്കുന്ന ഇവരുടെ കിച്ചണിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാം. കേറട്ടെ? പ്ലീസ്. ഇതാണ് നമ്മുടെ കിച്ചൺ ഏരിയ തുടങ്ങുന്നത്. ഇതെല്ലാം നമ്മുടെ സ്റ്റാഫ്സ് ആണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഹൈജീൻ ആണ്. അതെ, ഞാനിപ്പോ അതാ ശ്രദ്ധിച്ചതും. ഫുഡിന്റെ ടേസ്റ്റ് പോവാത്ത ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യണം. തീർച്ചയായിട്ടും ഡോക്ടേഴ്സിന്റെ ഏരിയയിലേക്ക് വരുമ്പോ അത് ഞാൻ പ്രത്യേകം നോക്കണ്ടല്ലോ. നീറ്റ് ആണ് കേട്ടോ, വെരി നീറ്റ് കിച്ചൺ. നമ്മുടെ ക്വാളിറ്റി ഓഫ് ഓയിൽസ്, ക്വാളിറ്റി ഓഫ് എനിത്തിങ്, ഓൾ ഇൻഗ്രീഡിയൻസ് ആർ വെരി കെയർഫുള്ളി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ ഷെഫ് ഒരു ഡിഷ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വേണേ ക്ലോസ് അപ്പ് കാണാം. വരുമോ ഷെഫ്? എന്താ ഉണ്ടാക്കുന്നത്? ചില്ലി ടോസ്റ്റ് എഗ് ആണ്. നമ്മുടെ ചൈനീസും എല്ലാം നോക്കുന്നതാണ്. ഇത് കാണാം, എല്ലാ ഇൻഗ്രീഡിയൻസ് എല്ലാം ഫ്രഷ് ടു ഇതാണ്. എപ്പോഴും നമ്മളെ ക്ലീൻനെസ് എല്ലാം വെൽ മെയിൻറ്റൈൻഡ് ആണ്. കിച്ചൺ കാണുമ്പോ തന്നെ അതെ, എല്ലാം നല്ല നീറ്റ് ആൻഡ് വെൽ, എല്ലാം സൂപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതുപോലെ ഇനി നമ്മൾ എന്താ പറയാ, വെഡിങ് നടക്കുന്ന, ഫംഗ്ഷൻ നടക്കുന്ന ഹാളിലേക്ക് ഒന്നും അല്ല. വാ, എവിടേക്കാ പോണേന്ന് കാണിച്ചു തരാം. യെസ്, ഇവിടെയാണ് ഇതാ സ്വിമ്മിംഗ് പൂൾ. അതിന്റെ കൂടെ അവിടെ ജിം ഉണ്ട്, ഹെൽത്ത് ക്ലബ് ഉണ്ട് അവിടെ. യെസ്, പൂൾ ഇവിടെ. നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ 5.5 ആ, മാക്സിമം 5.5. ഓക്കെ.
ഇവിടെ ഈ ഒരു നമ്മുടെ ഹോട്ടൽസിലൊക്കെ കിട്ടുന്ന പോലെ ബ്രഞ്ച് പ്ലസ് ഒരു പൂൾ ഫെസിലിറ്റി അങ്ങനെ അത് ഇവിടെ അവൈൽ ചെയ്യാൻ ഇല്ല പറ്റും? നമ്മളത് ചെയ്യുന്നില്ല. ഇല്ല. നമ്മൾ ബ്രഞ്ച് കാരണം നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് ബുഫേ ഇടാറില്ല. അങ്ങനെ ചെയ്യുമ്പോൾ ഉച്ചയ്ക്ക് ബേസിക്കലി ബുഫേ ഇടണം. അതുകൊണ്ട് നമ്മൾ പൂൾ ഓപ്പൺ ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ. അപ്പൊ ഈ പൂൾ മാത്രമായിട്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ ഔട്ട്സൈഡേഴ്സിന് അലൗഡ് അല്ല. റൂം ഗസ്റ്റിനും മെമ്പേഴ്സിന്റെ ഫ്രണ്ട്സിനും യൂസ് ചെയ്യാം. ഔട്ട്സൈഡേഴ്സിന് നമ്മൾ അങ്ങനെ പൂളും ഹെൽത്ത് ക്ലബിലേക്ക് അധികം പെർമിറ്റ് ചെയ്യുന്നില്ല. പക്ഷെ റൂം ഗസ്റ്റിനെ യൂസ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ ബ്രഞ്ച് ഓപ്പൺ ആക്കാത്ത. കാരണം നമുക്ക് 80 റൂംസ് ഉണ്ട്, 14 ബാങ്ക്വറ്റ് ഹാൾസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ കസ്റ്റമേഴ്സ് തന്നെ നമുക്ക് ഇവിടെ ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും. ഓക്കെ. പിന്നെ ഇൻഡോർ പൂളാണ്, അതുകൊണ്ട് വെയിലുണ്ടോ മഴയുണ്ടോ ഇതൊന്നും ബാധിക്കുന്നതേ ഇല്ല. എക്സാക്ട്ലി. ഇനി നമുക്ക് ഹെൽത്ത് ക്ലബും കൂടെ ഒന്ന് കാണാലോ. ഇത് നമ്മുടെ മെമ്പേഴ്സ് ഓൺലി ആൻഡ് റൂം ഗസ്റ്റിനുള്ള ഹെൽത്ത് ക്ലബ് ആണ്. ഔട്ട്സൈഡേഴ്സ് ആർ നോട്ട് അലൗഡ് ഇതിനകത്ത്. ഓക്കെ. അപ്പം എല്ലാ ഹൈഫൈ സിസ്റ്റംസ് എല്ലാം ചെയ്തേക്കുന്നത്. there is a full time trainer here to assist the guest and members. Okay. It's open from morning 6 AM till night 8 o'clock. 8 o'clock. Okay. 8 മണി കഴിഞ്ഞാൽ ആരെങ്കിലും റിക്വസ്റ്റ് ചെയ്താൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കും. ഓക്കെ. അത്യാവശ്യം എല്ലാം യെസ്, എല്ലാം ഉണ്ട്, എല്ലാ മെഷീൻസും എല്ലാം ഉള്ള ഒരു ജിം തന്നെയാണ്. വർക്കിംഗ് ജിം എന്ന് പറയാം. ജസ്റ്റ് ടു മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതെ. എന്നാലും അത്യാവശ്യം എല്ലാം തന്നെ ഉണ്ട് ഇവിടെ. ഈ നമ്മൾ നമ്മുടെ ഗസ്റ്റ് റൂംസിലേക്കാണ് പോകുന്നത്. ഓക്കെ. ഇത് വേറെ തന്നെ, ഇതൊരു സെപ്പറേറ്റ് ബ്ലോക്ക് ആണ്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു നമ്മൾ ഓക്യുപൈഡ് റൂംസ് എല്ലാം സെപ്പറേറ്റ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. ജസ്റ്റ് ടു മിനിമൈസ് ദി ഡിസ്റ്റർബൻസ്. അതെ. നമ്മൾ ഇതാണ് നമ്മുടെ ബി ബ്ലോക്ക് എന്ന് പറയും. ദിസ് ഹാസ് 55 റൂംസ്. ഓക്കെ. പിന്നെ ബാക്കി 35 റൂംസ് നമുക്ക് വേറെ ബ്ലോക്കിലാണ്. ആണോ? ഓക്കെ. അപ്പൊ നമുക്ക് അങ്ങോട്ട് ഇവിടെ ഇതാണ് ഹൗസ് കീപ്പിംഗ്. ഈസി ആക്സസിന് വേണ്ടി നമ്മൾ ഇവിടെ മോർണിംഗ് 24 hours ആണ് ഹൗസ് കീപ്പിംഗ് ഫംഗ്ഷനിങ്. ഹലോ. ഇത് രമ, ദീപ ഇവർ വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളതാണ്. മോർ ദാൻ 10 years രണ്ടുപേരുടെ സർവീസ്. ഇവിടെ നിന്നാണ് നമ്മൾ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്നത്. ക്ലീനിങ്ങും എല്ലാം. സ്റ്റാഫിന്റെ യൂണിഫോം കാണാം. നമ്മുടെ സ്റ്റാഫിന് വരെ എല്ലാ യൂണിഫോംസും വാഷ് ചെയ്ത് കൊടുക്കും. ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഹാസ് ബീൻ ഗിവൻ 3 shirts, 2 pants and 1 boot. എവറി ഡേ വാഷിംഗ് ആണ്. അപ്പൊ നമ്മൾ ഇനി റൂം കാണാൻ പോവാണ്. നമുക്ക് ഈ നമ്മുടെ 5th ഫ്ലോറിലെ റൂംസ് കാണാം. ഓക്കെ. ഇവിടെ എത്ര കാറ്റഗറി റൂംസ് ഉള്ളത്? നമുക്ക് ശരിക്കും ടോട്ടൽ 80 റൂംസ് ഉണ്ട്. 2 കാറ്റഗറിയാണ്. ഒന്ന് പ്രീമിയം സ്യൂട്ടും പിന്നെ ഡിലക്സ് സ്റ്റുഡിയോ. ഓക്കെ. അപ്പൊ ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് ഏതാ? ഡിലക്സ് സ്റ്റുഡിയോ ആണ് കാണാൻ പോകുന്നത്. നമ്മുടെ ബേസ് കാറ്റഗറി റൂംസ് ആണ്. ഓക്കെ. റൂമിന്റെ കാര്യത്തിലേക്ക് ഞാൻ അനീഷും അഞ്ജുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എനിക്കൊന്ന് ഒത്തിരി നേരം ഞങ്ങളെ തന്നെ കൊണ്ടു നടക്കുന്നത്. ഈ അഞ്ജു ആൻഡ് അനീഷ്. Anju and Anish, please show them the rooms. അപ്പൊ ഞങ്ങളെ കാണിച്ചു തരൂ നിങ്ങളുടെ റൂംസ്. ഇതാണ് നമ്മൾ കാണാൻ പോകുന്നത് 502. ഇത് ബേസ് കാറ്റഗറി റൂം ആണ്. അനീഷ് ആൻഡ് അഞ്ജു will explain you the room. Okay. Yes, please. Thank you. വരൂ കാണാം. അഞ്ജു പിന്നെ ഞങ്ങളെ മേലെ കൊണ്ടാക്കിട്ട് പിന്നെ എവിടെ പോയി? ഡ്യൂട്ടി പോയി. ഭയങ്കര തിരക്കാട്ടോ ഇവിടെ. ഒരുപാട് ആൾക്കാര് മൂവിങ്, ഇങ്ങനെ ക്രൗഡ് വന്നോണ്ടേ ഇരിക്കുകയാണ്. ഇപ്പൊ കലൂര് ഭാഗത്ത് എനിക്കൊന്ന് ഇത്രയും ഇൻവെന്ററി ഉള്ള പ്രോപ്പർട്ടി നമ്മുടെ തന്നെയാണ്. പിന്നെ നമ്മുടെ ഈ റൂംസിന്റെ പ്രത്യേകത എല്ലാ റൂംസും റൂംസിന്റെ സൈസ് വരുമ്പോൾ കണ്ടു കാണാം. എല്ലാ റൂംസും ഇങ്ങനെ 1 BHK സ്റ്റുഡിയോ റൂംസ് ആണ്. ഏത് റൂമിലോട്ട് വന്നാലും സ്ക്വയർ ഫീറ്റ് ലാവിഷ് ആണ്. വളരെ ഇതായിട്ട് നമുക്ക് 500 സ്ക്വയർ ഫീറ്റ് ഉണ്ട് റൂംസ്. അപ്പം ഒരു ഫാമിലി ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ലാവിഷ് ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ, ഐ മീൻ കിഡ്സിന് അവിടെ സ്റ്റേ ചെയ്യാം, ഫാമിലിക്ക് ഇവിടെ ഇരിക്കാം. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ക്ലയൻസ് വന്നാൽ അവർക്ക് ഒരു പ്രൈവറ്റ് മീറ്റിംഗ് ഇരിക്കണമെങ്കിൽ അതിന് സ്പേസ് ഉണ്ട്. ഇപ്പൊ നോർമൽ ഹോട്ടലിൽ പോയി അതിന് സ്പേസ് ഉണ്ടാവത്തില്ല. ഈ ബെഡ്റൂമിനകത്ത് തന്നെ എല്ലാം നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. വിശാലമായ ബാത്റൂംസ് ഉണ്ട്. ഈ റൂംസിന്റെ കാറ്റഗറി നമ്മൾ പറയുന്ന ഡീലക്സ് സ്റ്റുഡിയോ. പിന്നെ അടുത്ത വരുന്ന നമുക്കൊരു പ്രീമിയം സൂട്ട് കാറ്റഗറിയാണ്. നമുക്ക് അതും കൂടെ കാണാം. ഇത് തന്നെ സാധാരണ ഹോട്ടലിൽ പോകുമ്പോൾ സ്വീറ്റിലൊക്കെയാണ് ഇങ്ങനെ ഒരു ഫെസിലിറ്റി കിട്ടുക. ഇവിടുത്തെ ഡിലക്സ് റൂമിൽ തന്നെ ഇതുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വീറ്റ് എന്തായിരിക്കും? നമുക്ക് ആ പറഞ്ഞ ഒരു സെക്കൻഡ് കാറ്റഗറി റൂം ഉണ്ടല്ലോ, അപ്പൊ അതും കൂടെ ഞാൻ കാണിക്കാം. അതായത് പ്രീമിയം കാറ്റഗറി. അത് നമ്മൾ പറയുന്ന പ്രീമിയം സൂട്ട് റൂം എന്നാണ്. നമ്മൾ റീസെന്റ് അപ്ഗ്രേഡ് ചെയ്ത് ഒരു 15 റൂംസ് ആണ് നമുക്ക് ഇങ്ങനത്തെ കാറ്റഗറിയിൽ ഉള്ളത്. കംപ്ലീറ്റ്ലി എല്ലാ ന്യൂ അമ്യൂണിറ്റീസ് ആണ്. ടിവി ആയാലും സോഫ സെറ്റ് ആയാലും ഈവൻ ഫാൻ ആയാലും. ഇനി നമ്മൾ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കാണാൻ പോകുന്നത്. എന്തുകൊണ്ട് ഇത് സ്പെഷ്യൽ എന്നുള്ളത് നമുക്ക് ഇവരുടെ അടുത്ത് ചോദിക്കാം. ആദ്യം പ്ലേസ് ഒന്ന് കാണാം. ഏറ്റവും ഡിമാൻഡിങ് ഹാൾ ആണത്. ഇതിന്റെ പേര് ഓര എന്നാണ്.
ഇത് ഞങ്ങളുടെ ഏറ്റവും ന്യൂലി ഫർണിഷ്ഡ് ഹാൾ ആണിത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇത് ഇത്ര സ്പെഷ്യൽ, ഇത്ര ഡിമാൻഡ് എന്തുകൊണ്ടാ? ഈ 25-30 പേർക്കുള്ള പാക്സിന് ഹാൾസ് പൊതുവെ കുറവാണ്. ഓക്കെ, അപ്പൊ ഇത് അങ്ങനത്തെ ഒരു സ്പേസ് ആണ്. 30 പേർക്ക് നമുക്ക് കംഫർട്ടബിളി നടത്താൻ പറ്റിയ ഒരു സ്പേസ് ആണ്. പിന്നെ വരാനും പോകാനും ആക്സസ് ഭയങ്കര ഈസിയാണ്. ഗ്രൗണ്ട് ഫ്ലോറും കൂടെ ഗ്രൗണ്ട് ഫ്ലോർ ആയതുകൊണ്ട് നേരെ വണ്ടി പാർക്ക് ചെയ്തിട്ട് 2 സ്റ്റെപ്പിൽ കയറി വരാവുന്ന. അതുകൊണ്ട് ഇത് ഏറ്റവും ഡിമാൻഡിങ് ഹാളൂടെ ഞങ്ങളുടെ. 365 ഡേയ്സിൽ എനിക്ക് തോന്നുന്നു ഒരു 300 ദിവസം ഇത് സോൾഡ് ഔട്ട്. അഡ്വാൻസ് ബുക്കിംഗ്സ്. ചെറിയ ഹാളാണ്, അതുകൊണ്ടാണ് ഇത് മോസ്റ്റ് പോപ്പുലർ എന്ന് പറയുന്നത്. എയർ കണ്ടീഷനിങ് എല്ലാം പുതിയതാണ് ചെയ്തേക്കുന്നത്. വളരെ സിമ്പിൾ പക്ഷെ നല്ല നീറ്റ് ആയിട്ടും ഇന്റീരിയറും എല്ലാം ചെയ്തിട്ടുണ്ട്. ടോയ്ലറ്റ്സ് വരെ ഇതിനകത്ത് വാഷ്റൂംസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഈസി ആക്സസ് ആണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മോസ്റ്റ് പോപ്പുലർ ആണുള്ളത്. കാരണം വന്നെത്തി കാർ ഇവിടെ പഠിക്കൽ തന്നെയാണ്, കാർ നിർത്തിയിട്ട് ജസ്റ്റ് കയറാം, ലോബി യൂസ് ചെയ്യാം, ചെറിയ ചെറുതായിട്ടുള്ള ഫംഗ്ഷൻസ് ഒക്കെ ഇത് യൂട്ടിലൈസ് ചെയ്യാം ഈ ഒരു സ്പേസ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് കാർ പാർക്കിംഗ് ഏരിയ ഒന്ന് കണ്ടാലോ? ഞങ്ങളുടെ ഏറ്റവും വലിയ കാർ പാർക്കിംഗ് ആണ്, കവേർഡ് കാർ പാർക്കിംഗ്. ഇതാണ് IMA ഒരു ചാം. ഇങ്ങനെ ഒരു ലോങ് വാക്ക്. ഇൻഫാക്ട് ഒത്തിരി ഗസ്റ്റ് ഇത് മോർണിംഗ് വാക്കിന് യൂസ് ചെയ്യാറുണ്ട്. ദേ ഡോണ്ട് ഹാവ് ടു ഗോ ഔട്ട്സൈഡ് ഫോർ എ മോർണിംഗ് വാക്ക്. രാവിലെ വരികയാണെങ്കിൽ കാണാം 6:30 to 7:30 ഞങ്ങളുടെ കാർ പാർക്ക് ഈസ് ബേസിക്കലി ഫോർ മോർണിംഗ് വാക്ക്. ഇൻ ഹൗസ് ഗസ്റ്റ് അവർ തന്നെ ഡിസൈഡ് ചെയ്ത്, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നത്. ഒരു ദിവസം ഞങ്ങൾ രാവിലെ വരുമ്പോൾ 2-3 റൂം ഗസ്റ്റ് വാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ അത് കണ്ടിട്ട് തുടർച്ചയായിട്ട് ഗസ്റ്റുകൾ അത് മെസ്സേജ് പാസ്സാക്കി. കാരണം കണ്ടാ അറിയാം ഭയങ്കര ലോങ് ആണ്. And it is all solar powered. മുകളിൽ കംപ്ലീറ്റ് സോളാർ യൂണിറ്റ്സ് ആണ്. സോ എത്ര വെയിലുണ്ടെങ്കിലും നമ്മുടെ ഫുള്ളി കവേർഡ് ആണ്. കവേർഡ് കാർ പാർക്കിംഗ്. 250 cars. ഇതാണ് ഫുൾ ടൈം ഇവിടെ ആംബുലൻസ് അല്ലേ? ഇതാണ് ഞാൻ പറഞ്ഞ ആംബുലൻസ് ഫുൾ ടൈം ഇവിടെ ഉണ്ടെന്ന്. ഇതാണ് ഇവിടുന്ന് ഞാൻ പറയുമ്പോൾ നേരിട്ട് കാണാം. കണ്ടോ, മോർണിംഗ് വാക്ക് ഇതിൽ നല്ലൊരു ഏരിയ വേറെ ഇല്ല. കണ്ടോ, ഇവിടുന്ന് അങ്ങേ അറ്റം വരെയാണ് ബ്യൂട്ടിഫുള്ളി സോളാർ പവർഡ്. മുകളിൽ സോളാർ ആണ്. ഞങ്ങൾക്ക് ഒരു 40% എനർജി സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആഫ്റ്റർ ഗോയിങ് ഇൻ ടു സോളാർ. 590 സോളാർ പാനൽസ് ഉണ്ട്. ഇതാണ് സോളാറിന്റെ ഗ്രിഡ് ആണ് ഈ കാണുന്നത്. ഇവിടെ ഒരു സെക്യൂരിറ്റി എപ്പോഴും ഉണ്ടാവും നമ്മുടെ ഗസ്റ്റിനെ ടേക്ക് കെയർ ചെയ്യാനായിട്ട്. അത്യാവശ്യം ഗസ്റ്റിന്റെ പാർക്കിംഗ് എല്ലാം നമ്മൾ യെല്ലോ ലൈനിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. വരുന്ന ഗസ്റ്റ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ഇതായിട്ട് നല്ല സ്പേസ്, വെയിലത്ത് കിടക്കണ്ട. അതെ. ഇനി നമ്മൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലേസിലേക്കാണ്, അത് IMA ഹൗസിന്റെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലേസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞാൻ കുറെ നേരമായിട്ട് പറയുന്നുണ്ട്, എറണാകുളത്ത് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയാൽ ഒരു 4 സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്ന എല്ലാ ഫെസിലിറ്റിയും നമുക്ക് IMA ഹൗസിൽ, അതും 3 സ്റ്റാർ ഫെസിലിറ്റിയുടെ ടാരിഫേ ഉള്ളൂ, അതിൽ നമുക്ക് കിട്ടുമെന്നുള്ളത്. എന്നാൽ ഒരു ഹോട്ടലിലും കിട്ടാത്ത ഒരു എക്സ്ക്ലൂസീവ് സംഭവമാണ്. ബോർഡ് നോക്കിക്കോ എന്താണെന്ന് നമ്മൾ കാണാൻ പോകുന്നത്. യെസ്, ഷട്ടിൽ കോർട്ട്. വാവ്, ഇൻഡോർ. ഇതൊരു ബ്യൂട്ടിഫുള്ളി ഡിസൈൻഡ് ഇൻഡോർ ബാഡ്മിന്റൺ കോർട്ട് ആണ്. അപ്പൊ ഇവിടെ ഇതും പബ്ലിക്കിന് അവൈൽ എടുക്കാൻ പറ്റുമോ? നമ്മൾ കൂടുതലും മെമ്പേഴ്സും റൂം ഗസ്റ്റിനാണ് ഇത് കൊടുക്കുന്നത്. ആക്ച്വലി പബ്ലിക്കിന് ഇല്ല, പക്ഷെ റൂം ഗസ്റ്റിന് നമ്മൾ കൊടുക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ റൂം ഇവിടെ എടുക്കുകയാണെങ്കിൽ അന്ന് നിങ്ങൾക്ക് ഇവിടെ വന്ന് കളിക്കാം. മെമ്പേഴ്സ് ആൻഡ് റൂം ഗസ്റ്റ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈസി ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാനും എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതായത് ലൈക്ക് പൂൾ, നമ്മൾ മുമ്പേ കണ്ടപ്പോൾ പൂൾ എങ്ങനെയാണോ യൂസ് ചെയ്യണത് സെയിം വേ തന്നെയാണ് ഈ ഒരു ഷട്ടിൽ കോർട്ടും യൂസ് ചെയ്യുക. നിങ്ങളൊന്നും ഇവിടെ കളിക്കാറുണ്ടോ? ഞങ്ങള് വല്ലപ്പോഴും വെരി റെയർ ആണ്, ചാൻസ് ടൈം കിട്ടാറില്ല. അതെ, ഇത്രയും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാനില്ലേ. ഡോക്ടേഴ്സ് പറഞ്ഞല്ലോ 3700 മെമ്പേഴ്സ് പ്ലസ് ആണ്. അവരുടെ ഒരു ടൈം നോക്കണം, റൂം ഗസ്റ്റിന്റെ ടൈം നോക്കണം. അപ്പൊ നിങ്ങൾ അതുമായിട്ട് ഞങ്ങൾ മാക്സിമം ചെയ്യാറില്ല, ഗസ്റ്റ് ഫസ്റ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ ഇതും കണ്ടു കഴിഞ്ഞു. ഇനിയും ഉണ്ട് കാഴ്ചകൾ കുറെ. വരും. അപ്പൊ അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം തന്നെ കവർ ചെയ്തു. ഇനി ലാസ്റ്റ് നമ്മൾ മുന്നേ പറഞ്ഞു പോയ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സംഭവം, ഏറ്റവും എറണാകുളത്ത് വേറെ ഒരു കൺവെൻഷൻ സെന്ററിലും ഇല്ലാത്ത എക്സ്ക്ലൂസീവ് സംഭവമാണ്. മുമ്പേ ഡോക്ടർ പറഞ്ഞു തന്നില്ലേ, AED. ഇതാണ് ആ സംഭവം. അപ്പൊ ഇതെങ്ങനെയാ യൂസ് ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് ട്രെയിൻഡ് ആൾക്കാരുണ്ട് അത് യൂസ് ചെയ്യാൻ വേണ്ടി. നമ്മൾ വിളിക്കുമ്പോൾ തന്നെ അവർ വരും. ഇതിനകത്ത് തന്നെ ഇൻ ഹൗസ് തന്നെ പറഞ്ഞല്ലോ, ഇതൊരു another device ആണ്. അതെ, പറഞ്ഞു. അതിനെ കുറിച്ച് എല്ലാം ഡോക്ടർ മുമ്പേ എല്ലാം പറഞ്ഞു തന്നു. സോ നമ്മൾ അന്നേരം വിചാരിച്ചു വലിയ എന്തോ സംഭവം. ഇതാണ് ആ സംഭവം. പെട്ടെന്നൊരു എമർജൻസി ഫസ്റ്റ് എയ്ഡിൽ ആളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യുക. ഓക്കെ, ഗ്രേറ്റ്. ആൻഡ് ലോബിയൊക്കെ നമ്മൾ യൂഷ്വൽ കാണുന്ന പോലത്തെ എല്ലാ ഹോട്ടൽസിലെ പോലത്തെ സെയിം ലോബിയും കാര്യങ്ങളൊക്കെയാണ്. ലോബിയിൽ തന്നെയും ആ ഒരു ഏരിയയിൽ അവിടെ കോഫി ഷോപ്പും ഉണ്ട്, അവിടെ ഒരു സൈഡിൽ സാധാരണ നമ്മൾ യൂഷ്വൽ കാണുന്ന പോലെ.
അതുമാണ് അവിടെ ഉള്ളത്. അങ്ങനെ നമ്മുടെ കൊച്ചി IMA ഹൗസ് ഏതൊക്കെ തരത്തിൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സംഭവമാണ്, എന്തൊക്കെയാണ് ഇവിടുത്തെ ഫെസിലിറ്റീസ്, ഇവിടുത്തെ എമിനിറ്റീസ്, ഇവിടുത്തെ സർവീസസ്, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും എനിക്ക് തോന്നുന്നു വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ ഈ ഒരു എപ്പിസോഡ് റിയലി സംതിങ് സ്പെഷ്യൽ തന്നെയാണ്. എന്തായാലും അത് ഏതൊരു കോമൺ മാനും വളരെയധികം യൂസ്ഫുൾ ആവുന്ന എന്നാൽ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും എല്ലാമാണ് ഇവർ പ്രൊവൈഡ് ചെയ്യണത്. അപ്പോൾ ഇനി നിങ്ങളുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻസോ ഓഫീസിലായിക്കോട്ടെ ഫാമിലിയിലായിക്കോട്ടെ എന്താണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വെന്യൂ തന്നെയാണ് IMA ഹൗസ്. ആൻഡ് ഇവരുടെ ആ ഒരു സർവീസും ഇവരുടെ ഒരു എക്സ്പ്ലനേഷനും അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എത്ര ഫ്രണ്ട്ലി ആണ് ഇവിടെയുള്ള ആൾക്കാരും എന്നുള്ളതെല്ലാം. എനിവേ വളരെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് ഞങ്ങൾക്ക് എല്ലാം കാണിച്ചു തന്നു, മനസ്സിലാക്കി തന്നു. ഒരുപാട് സന്തോഷം. താങ്ക് യു താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു.